ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വൻപയർ മുട്ടത്തോരനാണ് കേട്ടോ. ചോറിൻ്റെ ഒപ്പം കഴിക്കാനും 4 മണിക്ക് ചായയുടെ ഒപ്പം ചൂട് കട്ടൻ ചായയുടെ ഒപ്പം വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആയിട്ട് തന്നെയാണല്ലോ യൂസ് ചെയ്യുക കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് വൻപയർ മുട്ടത്തോരൻ. ഈ ഒരു രീതിയിൽ നിങ്ങൾ ആരെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം എല്ലാവരും ഈ റെസിപ്പി സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി വൻപയർ മുട്ടത്തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായി ഞാനിവിടെ 1 കപ്പ് വൻപയറാണ് എടുത്തിരിക്കുന്നത്. കൗ പീസോ റെഡ് ലോബിയയോ അല്ലെ വൻപയർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു വൻപയർ ഞാനിവിടെ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ 1 കപ്പ് വൻപയർ നമ്മുടെ ഈ ഒരു വെസലിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നോർമൽ വെള്ളം യൂസ് ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് 2-3 തവണ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ഞാനൊരു കുക്കർ എടുക്കുന്നുണ്ട്. ആ കുക്കറിലോട്ട് നമ്മുടെ ഈ ഒരു വൻപയർ ഒന്ന് ചേർത്ത് കൊടുക്കാം. വൻപയർ ചേർത്തതിന് ശേഷം നമുക്കിതിലോട്ട് 1.5 കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്ത് ഉപ്പ് ഒരു 1/2 ടീസ്പൂണും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് നമുക്ക് ഒരു 2 to 3 വിസിൽ വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. വൻപയർ ഒന്ന് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് ഞാനിവിടെ ഒരു 10 to 15 ചെറിയ ഉള്ളിയും ഒരു 4-5 വത്തലമുളകും എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ വക എല്ലാം നമുക്കൊരു മിക്സി ജാറിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനായി ആദ്യം നമുക്ക് വത്തലമുളക് ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വത്തലമുളക് ഇവിടെ നന്നായിട്ട് ക്രഷായി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ പൊളിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി നമുക്കിതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ആഡ് ചെയ്തതിന് ശേഷം ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് ഈ വക എല്ലാം നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. വത്തലമുളകും ചെറിയുള്ളിയും നന്നായിട്ട് ക്രഷ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കടായി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. കടായി അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം 1 ടീസ്പൂൺ കടുകൊന്ന് ചേർത്ത് കൊടുത്ത് കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കടുക് ഇവിടെ നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും നമ്മുടെ വത്തലമുളകും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ചെറിയ ഉള്ളിയും വത്തലമുളകിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഒരു ലൈറ്റ് ക്രിസ്പിനെസ് ആവുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഈ വകയെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് ഏകദേശം ഈ ഒരു പരുവത്തിലാവുമ്പോഴത്തേക്കിനും നമുക്കിതിലോട്ട് ഒരു മീഡിയം സൈസ് സവോള തീരെ നൈസായിട്ട് ഞുറുക്കിയിട്ടുണ്ടായിരുന്നു. അതും കൂടെ നമുക്കിതിലോട്ടൊന്ന് ആഡ് ചെയ്ത് നമ്മുടെ സവോളയൊന്ന് വഴണ്ട് വരുന്നിടം വരെ നമുക്കൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. നമ്മൾ ഓൾറെഡി വൻപയർ വേവിച്ചപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് നിങ്ങളുടെ സ്വാദനുസരിച്ച് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ഒരു 1/2 കപ്പ് നാളികേരം, ഫ്രഷായിട്ട് ചിരകിയ നാളികേരമാണ്, അതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വക എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം നമുക്കിതിലോട്ട് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 3 മുട്ടയാണ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്. പൊട്ടിച്ചതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഒരു 3 മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ 3 മുട്ട നമ്മളിവിടെ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചിക്കി ചീന്തി നമ്മൾ മുട്ടത്തോരൻ തയ്യാറാക്കുന്ന രീതിയിൽ നന്നായിട്ട് ചിക്കി ചീന്തി തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ട ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 to 3 മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ശേഷം നമുക്കിതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് അതായത് നമ്മുടെ ആ ഒരു മുട്ടയുടെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ മുട്ട നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയതിന് ശേഷം നമുക്കിതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വൻപയർ നമുക്കിതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. വൻപയർ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മുട്ടയും മസാലകളുടെ കൂടെ നന്നായിട്ട് യോജിച്ച് വരുന്നിടം വരെ വൻപയർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ലിഡിട്ട് ക്ലോസ് ചെയ്ത് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്ക് വീണ്ടും ലിഡ് ഓപ്പൺ ചെയ്ത് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് ലിഡിട്ട് ക്ലോസ് ചെയ്ത് ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്കാകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. 2 മിനിറ്റിന് ശേഷം നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്യാം. സൂപ്പർ പെർഫെക്റ്റ് സ്മെല്ലാണ് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ വൻപയർ മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കത് സർവിങ് ബൗളിലോട്ട് സർവ് ചെയ്ത് കൊടുക്കാം. നല്ല ആവി പറക്കുന്ന ചൂട് ചോറും മോര് കറിയും ഒപ്പം ഈ ഒരു വൻപയർ മുട്ടത്തോരനുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട കേട്ടോ.
കൂടാതെ നമുക്ക് സ്നാക്സ് ആയിട്ട് നല്ല ചൂട് കട്ടൻ ചായയുടെ ഒപ്പം വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു വൻ പയർ മുട്ടത്തോരനും കൂടെയാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു വൻ പയർ മുട്ടത്തോരൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല റെസിപ്പിക്കായി ഇഷ സ്പൈസി ടേസ്റ്റിവൽ ചാനൽ ഒന്ന് ഫോളോ ആൻഡ് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.